നമസ്കാരം. ഓഡിയോ ട്യൂട്ടോറിയലിലെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് പെറ്റി ക്യാഷ്. ഓഡിയോ 90ൽ പെറ്റി ക്യാഷ് എങ്ങനെ ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ ജേണൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ അതിൽ ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ അതിനാദ്യമായിട്ട് അക്കൗണ്ടിംഗ് മോഡ്യൂളിൽ ഓൾറെഡി ഞാൻ ഒരുപാട് പെറ്റി ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പുതിയ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ പുതിയ പെറ്റി ക്യാഷ് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ എന്ന് കൊടുത്തു ചാർട്ട് ഓഫ്. ഓക്കെ, ഞാൻ ZXC പെറ്റി എന്ന് കൊടുക്കുന്നു. ഓക്കെ, പല നെയിമിലും എനിക്ക് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഓക്കെ, ഞാൻ കോപ്പി ചെയ്യും. ഇതിൽ നമ്മൾ ടൈപ്പ് ബാങ്ക് ആൻഡ് ക്യാഷ് കൊടുത്തു, സേവ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യുന്നു? ജേണലിൽ പുതിയൊരു ജേണൽ ക്രിയേറ്റ് ചെയ്യുന്നു. ടൈപ്പ് ക്യാഷ് ആണ്. ന്യൂ എന്ന് കൊടുത്തു, ജേണൽ സെലക്ട് ചെയ്തു, ന്യൂ എന്ന് കൊടുത്തു, ക്യാഷ് സെലക്ട് ചെയ്തു. ഞാൻ ജേണൽ നെയിം കൊടുത്തു. ഇവിടെ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻകമിങ്ങും അതുപോലെ ഔട്ട് ഗോയിങ്ങും നമ്മൾ മാപ്പ് ചെയ്യണമായിരുന്നു. ഇൻകമിങ്ങിൽ ഞാൻ ഔട്ട്സ്റ്റാൻഡിങ് റിസീപ്റ്റ് മാപ്പ് ചെയ്യുന്നു, അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ് മാപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തു. ഞാൻ എന്ത് ഡാഷ്ബോർഡിൽ നോക്കുന്നു. ഡാഷ്ബോർഡ് നോക്കുമ്പോൾ ZXC പെറ്റി, ഇതായിരുന്നു എൻ്റെ പെറ്റി ക്യാഷ്. ഓക്കെ, ഇതിലോട്ട് ഇപ്പോൾ എനിക്ക് ഓപ്പണിംഗ് ബാലൻസ് വേണം. ഇതിലിപ്പോൾ ക്യാഷ് ഒന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഈ ബാങ്കിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്തു, ന്യൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഫണ്ട് ട്രാൻസ്ഫർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം മൈനസിലാണ് കൊടുക്കേണ്ടത്. ഞാനൊരു 2500 ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആഡ് ആൻഡ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് ഫണ്ട് ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇന്ത്യൻ ട്രാൻസ്ഫർ ആണ് കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ട്രാൻസ്ഫർ കൊടുക്കുന്നു. വൺസ് നിങ്ങൾ ഇന്ത്യൻ ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൺട്രോൾ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. പിന്നെ ട്രയൽ ബാലൻസ് റിപ്പോർട്ട് എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഫണ്ട് ട്രാൻസ്ഫറിൽ ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ 2500 വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് ബാങ്കിൽ നിന്ന് പെറ്റി ക്യാഷിലോട്ട് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? പെറ്റി ക്യാഷിൽ ട്രാൻസാക്ഷൻ കൊടുത്തു, ന്യൂ കൊടുത്തു, റിസീവ്ഡ് എന്നോ എന്താ നിങ്ങളെ ലാബിൽ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം 2500 കൊടുത്തു. ഇവിടെയും ആഡ് ആൻഡ് ക്ലോസ് കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ട്രാൻസ്ഫറിൽ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് നോക്കി കഴിഞ്ഞാൽ, TBയിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യും? ഫണ്ട് ട്രാൻസ്ഫർ എനിക്ക് 0 അയക്കുന്നത്. ഞാൻ ഡാഷ്ബോർഡിലോട്ട് പോകുന്നു. ഇതാണ് ഡാഷ്ബോർഡ്. ഇവിടെ റിപ്പോർട്ട് നോക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ട്രാൻസാക്ഷൻ വിത്തൗട്ട് സ്റ്റേറ്റ്മെന്റ് 2500. ഓക്കെ, ഇപ്പോൾ എൻ്റെ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓപ്പൺ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്തത്. ഇനി എന്ത് ചെയ്യാം? ഇപ്പോൾ നമുക്ക് പേയ്മെന്റ് കൊടുക്കാനുണ്ടാവും സപ്ലയറിന്. ഓക്കെ, അല്ലെങ്കിൽ ക്യാഷ് നമുക്ക് റിസീവ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 3 ഡോട്ട് ഉണ്ട്. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? വെണ്ടർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വെണ്ടർ പേയ്മെന്റ് ഇപ്പോൾ നമ്മൾ സപ്ലയറിന് കൊടുക്കുന്നു. ഞാനൊന്ന് അൽബാമ ഡിപ്പാർട്ട്മെന്റ് ഞാനൊരു 250 BD കൊടുക്കുന്നു, കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഡാഷ്ബോർഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത 250 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വെണ്ടറിൽ, അക്കൗണ്ടിങ്ങിൽ വെണ്ടറിൽ പേയ്മെന്റ് സെലക്ട് ചെയ്യണം, ന്യൂ എന്ന് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ജേണൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ജേണലാണ് കൊടുക്കേണ്ടത്, ZXC പെറ്റി. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യാം? ഞാനൊരു അരിസോണ എന്നുള്ള എടുക്കുന്നു, ഒരു 275 BD കൂടിയും കൊടുക്കുന്നു, കൺഫേം ചെയ്യുന്നു. വീണ്ടും ഞാൻ ഡാഷ്ബോർഡിൽ പോകുന്നു. ഓക്കെ, ഡാഷ്ബോർഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ ഞാൻ 2 എൻട്രി ചെയ്തത്, ഒന്ന് 250ൻ്റെയും 275ൻ്റെയും. ഓക്കെ, ഇപ്പോൾ 2 ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റിപ്പോർട്ടിൽ നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് ഉണ്ട്. നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 525. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യും? ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഇനി ഇവരെ അഗേൻസ്റ്റ് നമുക്ക് കസ്റ്റമറിന് അഗേൻസ്റ്റ് ക്യാഷ് റിസീവ് ആയിട്ടുണ്ടാവും. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോട്ട് ക്ലിക്ക് ചെയ്യാം. വെണ്ടർ പേയ്മെന്റ്, കസ്റ്റമർ പേയ്മെന്റ് സെലക്ട് ചെയ്യാം. സിറ്റി ഓഫ് ഷെറഡിൽ നിന്നാണ് വന്നത്. എന്ത് ചെയ്യാം? ഒരു 700 BD വന്നിട്ടുണ്ട്. അത് കൺഫേം ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഡാഷ്ബോർഡിൽ പോകുന്നു. ഔട്ട്സ്റ്റാൻഡിങ് അത് പ്ലസ് ഓർ മൈനസ് ഇൻ ആൻഡ് ഔട്ട് ഇത് വന്നിട്ടുണ്ട്. അതേപോലെ കസ്റ്റമറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പേയ്മെന്റ് കൊടുക്കാം, ന്യൂ എന്ന് കൊടുക്കാം. ഇവിടുന്ന് വേണമെങ്കിലും നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 500 വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഡാഷ്ബോർഡിലോട്ട് പോകുന്നു. ഇപ്പോൾ ZXC ഇതിൽ ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇപ്പോൾ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, സോറി, ഞാൻ അതിൽ ഈ ട്രാൻസാക്ഷനിൽ
പേയ്മെന്റ് കൊടുത്തപ്പോൾ ജേണൽ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മൾ നോക്കി കൊടുക്കുക. ഞാൻ വേറെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഞാനൊരു 1000 കൊടുക്കുന്നു, കൺഫേം ചെയ്യുന്നു. ഇപ്പൊ 4 എൻട്രിയാണ് ഉള്ളത്. ഞാൻ ഡാഷ്ബോർഡിൽ പോകുന്നു. ഓക്കെ, ZXയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4 എൻട്രി ഇത് കൺഫേം ചെയ്യണം. ഓക്കെ, കൺഫേം ചെയ്തില്ല, അപ്പോൾ കൺഫേം ചെയ്തു. ഞാൻ ഡാഷ്ബോർഡിൽ പോകുന്നു. ഇപ്പോൾ 1775 കൺഫേം ചെയ്തു. ഓക്കെ, ഇപ്പം എന്ത് ചെയ്തു, നമുക്ക് ഇപ്പോൾ എൻഡ് ഓഫ് ഡേ കഴിഞ്ഞു. ഇപ്പം ഇതിന് മുന്നേ നമുക്ക് കാര്യം ചെയ്യാണ്ടായിരുന്നു. ഇപ്പോൾ ZXയിൽ നമ്മൾ നേരത്തെ ചെയ്ത ക്യാഷ് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ഓപ്പൺ ബാലൻസിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്കത് സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റം വേണം. ഓക്കെ, ഇവിടെ ഇപ്പം ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി വന്ന റെഫറൻസ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ബാലൻസ് 0 ആണ്, എൻഡിംഗ് ബാലൻസ് 2500. ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ അഗേൻസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം മാനേജ്മെന്റ് ആയാലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ബാലൻസിന്റെ റിപ്പോർട്ട് വേണം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ റിപ്പോർട്ട് എടുത്ത് കൊടുക്കാൻ പറ്റും. ഇത് പ്രിന്റ് എടുത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ എന്നിട്ട് എന്റെ ഫുൾ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി ഇതിനെ അഗേൻസ്റ്റ് എനിക്ക് നോക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ എത്രയാണ് നോക്ക് ഓഫ് ഉള്ളത്? ഔട്ട്സ്റ്റാൻഡിംഗ് പേയ്മെന്റ് 1175 ആണ് എനിക്ക് നോക്ക് ഓഫ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്യാം, ന്യൂ എന്ന് കൊടുക്കാം, ടുഡേ ക്ലോസിംഗ് ആവും, എന്താ നിങ്ങൾ ലാബിൽ കൊടുക്കാം. ഓക്കെ, 1175 ആണ് എൻ്റെ എമൗണ്ട്, അത് അവിടെ കൊടുക്കാം. പാർട്ട്ണർ ഒന്നും ചൂസ് ചെയ്യേണ്ട, ആഡ് ആൻഡ് ക്ലോസ് കൊടുക്കാം. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് മാപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് സെറ്റ് ഓക്കെ, ഇവിടെ ട്രാൻസാക്ഷനിൽ എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ പുതിയ സ്റ്റേറ്റ്മെന്റിലോട്ട് വന്നു. ഓക്കെ, ഇനിയിപ്പോൾ മാനേജ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ ഇതും ഇപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നേരത്തെ 2500 ഓപ്പണിങ് കണ്ടോ. പിന്നെ അതിലെ എൻ്റെ എൻഡിങ് ബാലൻസ് മീൻസ് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കാണ് പ്ലസും മൈനസും ചെയ്തിട്ടാണ് എൻ്റെ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇത് ഓക്കെ, സമ്മറി ആയിട്ട് കൊടുക്കുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഡാഷ്ബോർഡിലോട്ട് പോകുന്നു. ഇപ്പം എനിക്ക് റീകൺസിലേഷൻ ചെയ്യാണ്ട് ഞാൻ എന്ത് ചെയ്യും, റീകൺസിലേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ അതിന് മുന്നേ ഞാൻ റിപ്പോർട്ടിങ്ങിലോട്ട് പോകുന്നു. ZXയിൽ ഇപ്പോൾ റിപ്പോർട്ടിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കണ്ടോ, ഔട്ട്സ്റ്റാൻഡിംഗ് റെസിപ്റ്റിൽ ഞാൻ 2 എണ്ണം ചെയ്തു 1000. അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് പേയ്മെന്റിൽ ഞാൻ ചെയ്തതും 2 എണ്ണം, ഇന്നും ആൻഡ് ഔട്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, എനിക്കിത് റീകൺസിലേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡോട്ട് ഉണ്ട്, ഇവിടെ റീകൺസിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റീകൺസിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ എൻട്രീസ് പിന്നെ 1000 ആയിരുന്നു, അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാം. 700, 275, 250 ഇതായിരുന്നു. ഈ 4 എൻട്രി ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതാണ് എൻ്റെ ജേണലിന്റെ സീക്വൻസ് നമ്പർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ ഡാഷ്ബോർഡിൽ ഇപ്പോൾ നേരത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഓട്ടോമാറ്റിക് അത് ബാലൻസിലോട്ട് മാറി കണ്ടോ. ഇപ്പം എൻ്റെ സ്റ്റേറ്റ്മെന്റ്, ഇപ്പോൾ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയാണ് എൻ്റെ എമൗണ്ടും. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രിന്റ് വേണമെങ്കിൽ ഒക്കെ ചെയ്യാം, എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം എന്തെങ്കിലും പ്രിന്റ് എടുത്തിട്ട് മാനേജ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പ്രിന്റ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെയും ഫുള്ള് ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ 3 ഡോട്ടിൽ എനിക്ക് റിപ്പോർട്ട് നോക്കുന്നു. ഇപ്പോൾ കണ്ടോ, നേരത്തെ ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് 2 വന്നിരുന്നു, അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് റെസിപ്റ്റിലും പേയ്മെന്റിലും. അപ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക് നമ്മൾ റീകൺസിലേഷൻ ചെയ്തു. ഓക്കെ, വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.